ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന രാജ്യം ഏതാണെന്നറിയോ? ചൈനയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ കൂട്ടുന്ന രാജ്യം ഏതാണെന്നറിയോ? അത് ഇന്ത്യയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആവേശം ഭയങ്കര കൂടുതലാണ്. അപ്പൊ പെട്ടെന്ന് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ MBA കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികൾ പറയും ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. ഇന്നലെ പരിപാടി റോബോട്ടിന്റെ കൈ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കും. എന്നിട്ട് കേക്ക് ഉണ്ടാവും, ഇത് വിൽക്കാൻ പറ്റും. വിൽക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും കൊടുത്താലേ ആ കേക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അതിന്റെ സെലബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവും. പക്ഷെ ആശയം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ടീമിലൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീർന്നിട്ട് കച്ചവടം ചെയ്യലുണ്ടാവില്ല. അതിന് കഴിയുമ്പോൾ അടുത്ത സാധനം ഇതിന്റെ പിന്നാലെ വരുന്നുണ്ടാവും. ശരിയാണോ? കോട്ടയക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആൾക്കാരാണ്. ഞാൻ ഏതാണ്ട് 19 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു തരാത്ത സ്റ്റേജിൽ വെച്ച് കണ്ട ലുക്കിലാണ്. അപ്പം ബിസിനസ്സുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കച്ചവടം മറന്നുപോകും. ചില സമയത്ത് കച്ചവടം മറന്നുപോകും. കച്ചവടമാണ് ഞാൻ ചെയ്യണമെന്നുള്ളതും മറന്നുപോകും. ശമ്പളമുള്ള കച്ചവടക്കാരുണ്ട് അതിനകത്ത്. ഞാൻ പോകുന്ന എല്ലാ പ്രോഗ്രാമിലും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ശമ്പളം ഉണ്ടോ നിങ്ങളുടെ കടയിൽ? മുതലാളിടാ, ഞാൻ ഈ കടയുടെ മുതലാളിയാണ്, എനിക്ക് ശമ്പളം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടില്ല. ആ ശമ്പളം എനിക്ക് ചില സ്ഥാപനമുണ്ട്. ചില സമയങ്ങളൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആരോപണമുണ്ട്, നീയൊക്കെ വലിയ ട്രെയിനർ, നിനക്ക് കച്ചവടം ചെയ്തല്ലോ പരിചയപ്പെട്ടോ? കച്ചവടം ചെയ്യണമെന്റെ വിഷമം അറിയുള്ളൂ. 7 കച്ചവടമുണ്ട് എനിക്ക്. ഈ 7 കച്ചവടത്തിലും എനിക്ക് ശമ്പളമുണ്ട്. കച്ചവടക്കാരൻ പലപ്പോഴും പ്രോഫിറ്റ് നോക്കിയിട്ടല്ല കച്ചവടം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും യോജിക്കുന്ന കാര്യങ്ങളൊന്നല്ല കേട്ടോ. ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ വരുന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റമുറി കച്ചവടം നടത്തുന്ന ആളും ഇതിനകത്തുണ്ടാവും, വലിയ ടേൺ ഓവർ ചെയ്യുന്ന ആളും ഇതിനകത്തുണ്ടാവും, കമ്പനി തരുന്ന എല്ലാ സ്കീമുകളും അടിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടാവും, അത് അടിക്കാൻ പറ്റാത്ത ആളും ഇതിനകത്തുണ്ടാവും. അപ്പൊ എല്ലാം കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ വിച്ച് ഈസ് ഇമ്പോസിബിൾ. പക്ഷെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുവാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇത് തന്നെയായിരുന്നു, എത്ര പേർക്ക് ശമ്പളമുണ്ട് സ്വന്തം? നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് കയ്യിലുണ്ട്. കസ്റ്റമറിന്റെ ടാർഗറ്റ് ഓഡിയൻ എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഞാനൊരു കട തുടങ്ങിയിട്ടുണ്ട്, അതിലൂടെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ മാർക്കറ്റിംഗ്? അത് ഞങ്ങളുടെ പള്ളി പെരുന്നാളിന് പള്ളിപ്പറമ്പിൽ ഞങ്ങളൊരു ഫ്ലെക്സ് കിട്ടും, പ്രദക്ഷിണം, സ്പോൺസേഡ് ബൈ. അല്ലേ? പറ്റുകയാണെങ്കിൽ നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ ബർഗറിന്റെ തലയിലിട്ട് കൊടുക്കും, എന്നിട്ട് അവരേത് കാശ് വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ സെവൻസ് ഫുട്ബോൾ, തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് ക്ലബ്ബ് നടത്തിയ സെവൻസ് ഫുട്ബോളിൽ നമ്മുടെ വക ഒരു മൊമെന്റോ. അവിടെ ഗോൾ അടിക്കാൻ വന്നവന്മാരൊക്കെ ഇത് സ്പോൺസർ ചെയ്ത ആളിനെ തപ്പിട്ടാണല്ലോ വന്നേ. ഇതിനൊന്നും മാർക്കറ്റിംഗ് ആയിട്ട് കൂട്ടൂല. നിനക്ക് സംഭാവന എന്ന് പറഞ്ഞോളൂ. അല്ലേ? സംഭാവന. നമ്മുടെ കടയുടെ ലാസ്റ്റത്തെ മാർക്കറ്റിംഗ് നടന്നത് എന്താ? ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ കയ്യിലുണ്ടാവും. ആ ഫോട്ടോയും ഇപ്പോഴത്തെ കടയിൽ തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? കടയുടെ രൂപമൊക്കെ മാറി ഒടുങ്ങിയില്ലേ? നിങ്ങളിരിക്കുന്ന ആ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങളില്ല, അതിൽ എത്ര എഴുതാത്ത പനിയുണ്ട്. അപ്പൊ എന്താ പ്രശ്നം വരണമെന്നറിയോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നല്ല കേട്ടോ. കച്ചവടക്കാരൻ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കച്ചവടക്കാരൻ ചെയ്യുന്നില്ല. കച്ചവടക്കാരൻ പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കുവാണ്. അപ്പോഴാണ് ഈ നിങ്ങൾ ഈ കുത്തക മുതലാളി എന്ന് വിളിക്കുന്ന വലിയ വൻ ചേട്ടന്മാരില്ലേ, ഇവരുടെ സ്റ്റോറുകളൊക്കെ ഒന്ന് പോയി നോക്കിയൊക്കെ. ആ ഉദ്ഘാടനത്തിന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുന്നത്. നേരത്തെ ഉദാഹരണത്തിന് പറഞ്ഞു ലുലു, നമ്മുടെ കൊച്ചിൻ ലുലു എത്ര വർഷമായി അങ്ങനെ നിൽക്കണു, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും മാറ്റം വന്നതിന്? പക്ഷെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഒരു 3 വർഷം ലുലുവിന്റെ സ്റ്റാഫായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിലത്തെ മാറ്റങ്ങൾ. കാരണം എന്താ പറയുക, അതിൽ കുറെ വെണ്ടർമാർ പോയി, പുതിയ വെണ്ടർമാർ വന്നു, പുതിയ ഷോപ്പുകൾ വന്നു, പല ഷോപ്പുകൾ പൂട്ടിപ്പോയി. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പൂട്ടുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ലുലുവിന്റെ ഷോറൂമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റാക്ക് കണ്ടിട്ടുണ്ടോ? ഇത്രയും കസ്റ്റമർ കാരണമല്ലേ? പക്ഷെ ഓവറോൾ കസ്റ്റമർ കാണുമ്പോൾ ആ വാവ് ഫാക്ടറാണ് ലുലുവിലേക്ക് കസ്റ്റമറെ എത്തിക്കുന്നത്. ബിസിനസ് ചെയ്യണം, ഓക്കെ ഫൈൻ. ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കടയിൽ തുറന്നിട്ട് കുറെ സാധനം കയറ്റി വെച്ച് തുറന്നിരുന്നാൽ കച്ചവടമില്ല. ഞാൻ നേരത്തെ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ എന്താ പറയണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഗൂഗിളിലൊന്നും ഇങ്ങനെ നോക്കിയേ എന്താണ് കച്ചവടം നടിച്ചു. അപ്പൊ അതില് ഗൂഗിൾ തന്ന ഒരു സെന്റൻസ് ഇതാണ്: ഒരു പ്രോഡക്റ്റോ സർവീസോ വിറ്റ്
പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് കച്ചവടം എന്ന് പറയാന്ന് പറയുന്നത്. 3 വാക്ക് നമ്മൾ ഉപയോഗിച്ചേക്കാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ബേസ് ആണ് പിന്നെ പഠിക്കേണ്ടത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രോഡക്റ്റോ സർവീസോ ക്രയവിക്രയം ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ്. ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാണ്ട് ഈ സാധനം ക്രയവിക്രയം ചെയ്താൽ ഇത് പഞ്ചായത്ത് വൈപ്പാവും. ആർക്കും വരാൻ വെള്ളമെടുക്കാൻ പോവാം. അതിനെ കച്ചവടം എന്ന് വിളിക്കില്ല. ശരിയാണോ? പ്രോഫിറ്റോ സർവീസോ ഫ്രീ ആയി കൊടുത്താൽ അത് സർവീസാണ്. അത് എങ്ങനെയാ? ഇപ്പോ മത ആളുകൾ കൊടുക്കുന്ന സാധനം സർവീസാണ്. ഗവൺമെന്റ് കൊടുക്കുന്ന സാധനം സർവീസാണ്. അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡെഫിനേഷൻ ഇങ്ങനെയാ പറയണ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊന്നും ബാക്കിലേക്ക് പോവാ. നമ്മുടെ കച്ചവടത്തിൽ ചെയ്യുന്ന ഓരോ ഡീലിലും പ്രോഫിറ്റ് ഉണ്ടോ? മലേഷ്യയിലേക്ക് പറക്കൂ, പറക്കാൻ വേണ്ടി തയ്യാറായി, ഉള്ള താനൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തു. ഈ മലേഷ്യക്ക് പോവാൻ 30,000 രൂപ ഉള്ളൂട്ടാ. നിങ്ങൾക്ക് മലേഷ്യക്ക് പോടാ, ഞാൻ ഡീലാക്കി തരാം. അതിന് ഇത്രയധികം പെയിന്റ് വെറുതെ എടുത്ത് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ സെൻസ് മനസ്സിലായ? സ്കീം അടിക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഇല്ലാതെ സാധനം എടുത്ത് കൊടുത്തിട്ട് മലേഷ്യക്ക് പോകണം. മലേഷ്യ അവിടെ ഉണ്ട്. ഓൺ അറൈവില് വിസ 45 റിംഗറ്റോ അങ്ങനെയുണ്ടോ അവിടെ കൊടുത്താൽ ഒരു സീലടിച്ചു തരും. വിസയായി. നേരത്തെ ബുക്ക് ചെയ്ത 10,000 രൂപയുടെ താഴേക്ക് ടിക്കറ്റ് കിട്ടും. കുറച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ 10,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് കിട്ടും. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ 20,000 കൂട്ടിക്കോ. ഒരു 15,000 രൂപയ്ക്ക് നിങ്ങൾ അവിടെ താമസിച്ചോ. അതിന് എത്ര രൂപയുടെ സാധനങ്ങള് പ്രൈസ് താഴ്ത്തി കൊടുത്തു. ടൂർ ഇടൂ. എന്നിട്ട് നിങ്ങൾക്ക് ആ ടൂർ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഷർട്ട് എങ്ങനെയുണ്ട്? ഗുണമില്ല. പക്ഷെ എനിക്ക് നല്ല കളറായിട്ടാ തോന്നണേ. തന്റെ ഈ വരവരിയില്ല ഒരുമാതിരി അണ്ണാന്റെ പേര് 3 വരച്ചോ. എന്താ മനസ്സിലായേ? എന്റെ സെൻസ് അല്ല, കളർ സെൻസ് അല്ല നിങ്ങളുടെ കളർ സെൻസ്. ഇത് പക്ഷെ ആ ഡമ്മിമ നിൽക്കുമ്പോണ്ടല്ല എന്ത് രസമായിരുന്നു. അത് 6 പാക്ക് ഡമ്മി ആയിരുന്നു. ഏതെങ്കിലും കടയുടെ ഫ്രണ്ടില് വയറുള്ള ഡമ്മീനെ കണ്ടിട്ടോ നിങ്ങള്? അത് ഞാൻ എടുത്തിട്ടപ്പോഴാണ് ചീക്കുരിക്ക് പരിചയം വെച്ച പോലെ ഇത്. പക്ഷേ എന്റെ വിചാരം ഇപ്പോഴും എന്താണെന്നറിയോ? ചേട്ടാ പേര് ചേട്ടാ, എന്റെ വിചാരം ഇത് ഞാൻ വാങ്ങിയതാണെന്നാണ്. പക്ഷെ ഇത് ആരോ എനിക്ക് വിറ്റതാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ കയ്യിൽ കാശുള്ളത് കൊണ്ട് ഈ കടയുടെ മുന്നിൽ ചെന്നപ്പോ ആ ഡമ്മീമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വാങ്ങിയെന്നാണ് എന്റെ വിചാരം. പക്ഷെ തെറ്റ്. ഇത് ഏതോ ഒരുത്തന്റെ ബുദ്ധിയില് ഡിസൈൻ ചെയ്ത്, ഏതോ ഒരുത്തന്റെ ബുദ്ധിയിൽ സ്റ്റിച്ച് ചെയ്ത്, ഏതോ ഒരുത്തൻ ഡിസ്പ്ലേ ചെയ്ത് എന്നെ അങ്ങോട്ട് ആകർഷിച്ച് അവിടെ വരുത്തി എനിക്ക് വിറ്റതാണ്. വിറ്റവനാ ലാഭം. എനിക്ക് മനസ്സുഖം മാത്രമേ ഉള്ളൂ. ശരിയാണോ? അപ്പൊ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോ അവിടെ ഒരാള് വാങ്ങാനുമുണ്ട്, ഒരാള് വിൽക്കാനുമുണ്ട്. വാങ്ങുന്നവന് ഹാപ്പി ആയാൽ ഈ കച്ചവടം സക്സസ്ഫുൾ ആണ്. വിൽക്കുന്നവനും ഹാപ്പി ആയാൽ ഈ കച്ചവടം സക്സസ്ഫുൾ ആണ്. അപ്പൊ ഒരു വിൻ വിൻ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് കച്ചവടം. അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ഷൈൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരാൾ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറും. ശരിയാണോ അല്ലയോ? അയാൾ പാറി പറന്ന് നടക്കും. അയാൾ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യും. അയാളുടെ സുഹൃത്തുക്കൾ ആര് പെയിന്റ് അടിക്കുന്നുണ്ടെങ്കിലും അയാൾ പറയും ഷൈനെ വിളിച്ചോളൂ, സാധനം സെറ്റാക്കി തരൂട്ടോ. പക്ഷെ അതേ ഷൈന്റെ കടയിൽ സാധനം ഇറക്കിയ വണ്ടിയിൽ തന്നെയായിരിക്കും തൊട്ടടുത്ത പെയിന്റ് കടയിലും സാധനം ഇറക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ കസ്റ്റമർ പറയും ഈ പെയിന്റ് ആണ് നല്ല പെയിന്റ്. കസ്റ്റമറെ കൊണ്ട് പറയിപ്പിക്കണം, അല്ലാതെ പറയിപ്പിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ കച്ചവടത്തിന്റെ ബേസ് എന്താണ്? കച്ചവടത്തിന്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റോ സർവീസോ ക്രയവിക്രയം ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നിടത്ത് ബിസിനസ് എന്ന് വിളിക്കും. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന ഓഫർ ഇല്ലേ, നമ്മുടെ പ്രോഫിറ്റ് എന്നല്ലേ പോണേ. വില കുറച്ച് കൊടുക്കില്ല. വില കുറച്ച് കൊടുക്കാറില്ല. നിനക്കത് പറഞ്ഞാൽ മതി, സാധനം വിറ്റ് പോണ്ടേ പോയി.
സാധനം വിറ്റുകൊണ്ട് എങ്ങനെയൊക്കെ എടുക്കാണ് കോട്ടക്കണക്കിന് സാധനം. അപ്പൊ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് ഇങ്ങോട്ട് വരും. ആ ഫണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാധനം ഓർഡർ ചെയ്യാം. കാരണം എന്താ, ആ കമ്പനിക്കാരൻ വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കിട്ടിയതിനേക്കാൾ താന്ന് ടൈൽസ് ആവില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ്സിലെ ഓട്ട. ഇത് ചോരിയാണ്. ഈ പോക്ക് പോയാൽ വ്യാപാര വ്യവസ്ഥയിലാണെങ്കിൽ എന്നിട്ട് സുഹൃത്തോ എന്നിട്ട് നമ്മുടെ പദ്ധതിയുടെ പേര് ഭദ്രം. അതിന്റെ അപ്ലിക്കേഷൻ ഫോം പെട്ടെന്ന് ഫില്ലിങ് വരും. ബിസിനസ്സുകാരൻ 4 തരമുണ്ട്. നിങ്ങൾ ഇതിൽ ഏതാ പെടാന്നൊന്നും നോക്കണേ. ഒരു തരം ബിസിനസ്സുകാരൻ ഇഷ്ടം പോലെ കാശ് ചെലവാക്കാൻ നേരത്തില്ല. ഇങ്ങനത്തെ ബിസിനസ്സുകാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ നോക്കിയാലും കാശ് ഞങ്ങളുടെ നേരില്ല. ഓട്ടം എന്ന ഓട്ടം. മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് അറിയില്ല. സ്കൂളിൽ പഠിക്കുന്നത് അറിയാം, ടീച്ചറെ പേര് അറിയില്ല, മക്കൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. എനിക്ക് അവിടെ അറിയണത് എന്താണെന്ന് അറിയോ? കാശ്. ഞങ്ങളുടെ പള്ളിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ കാശുകാരന. അയാളുടെ അടുത്ത് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞതാ, സുഖമായിട്ടാന്ന് ചോദിച്ചപ്പോ പറയാ കുറെ കാശുണ്ട്, വേറെ ഒന്നുമില്ല. കുറെ കാശുണ്ട്, വേറെ ഒന്നുമില്ല. മക്കളൊക്കെ വിദേശത്ത്. പള്ളിയിലേക്ക് വരണമെങ്കിൽ ഡ്രൈവർ ചേട്ടൻ കനിയണം, സാധനങ്ങൾ വാങ്ങണമെങ്കിൽ സെർവന്റ് കനിയണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ സെർവന്റ് കനിയണം. ആകെ കൂടി കയ്യിലുള്ളത് കാശ് മാത്രമാണ്. രണ്ടാമതൊരു ടൈപ്പ് ബിസിനസ്സുകാരനുണ്ട്. ഈ ബിസിനസ്സുകാരനെ പറ്റി എന്താ അറിയോ? ഇടയിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, ചെലവാക്കാൻ കാശില്ല. കടക്ക് ഇങ്ങനെ തുറന്ന് സുഖ ജീവിതം, പക്ഷെ ചെലവാക്കാൻ പൈസ ഉണ്ടാവും. വലിയ ആശയങ്ങൾ ഉണ്ടാവും മനസ്സിൽ. ഇത്രയും പെയിന്റ് വിറ്റിട്ട് ഞാൻ കോടിയിലുണ്ടാവും എന്ന് അതറിയില്ല. അതാണ് പ്രശ്നം. ഈ മൂന്നാമത്തെ ഒരു വകുപ്പ് ആൾക്കാരുണ്ട്. ഇയാളുടെ കയ്യിൽ സമയമില്ല, കാശുമില്ല. ട്രെയിനിയോടൊപ്പം ഒരാളില്ല, നമ്മ പാർട്ടിയുടെ ആള് എന്നുവെച്ചാൽ ഫുൾ ടൈം ബിസിനസ് കച്ചവടം തിരക്കാം, പക്ഷെ കയ്യിൽ കാശ് വരുന്നതാണ്. ഈ നാലാമത്തെ ഒരു ടൈപ്പ് ആളുകളുണ്ട്. ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ കാശുമുണ്ട്. നിങ്ങളുടെ ഈ ബിസിനസ്സിനെ അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കണ എത്ര ആളുണ്ട് ഇതിനുള്ളിൽ? 3 ആൾ. താങ്ക് യു. 6 ആൾ. ഓക്കെയോ? ചില ബിസിനസ്സുകാരെ എന്താ പറയണത്? എന്റെ മോനെ ഗതി വരെ എടുത്തത് എന്റെ അജാതി ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.